Welcome to Oxygen Classes. Please subscribe our channel for more videos. നമ്മൾ ഈ വീഡിയോയിൽ ഒന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ബേസ് തിയറത്തിലെ NCERT ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് ഒരുപാട് കുട്ടികളായി എനിക്ക് മെസ്സേജ് അയക്കുന്നു. അങ്ങനെ ബേസ് തിയറത്തിലെ കൂടുതൽ പ്രോബ്ലംസ് സാർ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഒരു പ്രോബ്ലം മാത്രമേ ചെയ്തുള്ളൂ, അതിൻ്റെ കൂടെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കുറേ പേര് മെസ്സേജ് അയച്ചിരുന്നു. കമൻറ്റ് ബോക്സിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ബേസിലാണ് നമ്മൾ ബേസ് തിയറത്തിൻ്റെ കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് NCERT ടെക്സ്റ്റ് ബുക്ക് ഒന്ന് സോൾവ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസും കൂടെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് പറയുന്ന ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എല്ലാവരും പ്ലേലിസ്റ്റ് നോക്കിയിട്ട് വേണം വീഡിയോസ് കാണാനായിട്ട്. എല്ലാം ചാപ്റ്റർ വൈസ് നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും വീഡിയോസ് അതിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു വീഡിയോ എല്ലാ പ്ലേലിസ്റ്റിലും കാണാം. അപ്പോൾ അതും നിങ്ങൾ നോക്കിയിട്ട് പഠിക്കാം. ഇപ്പം ഇത് ബേസ് തിയറത്തിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിക്കാം. ദർ ആർ 3 coins. 3 coins ആണ് ഇവിടെ ഉള്ളത്. 1 is 2-headed coin. ഒരു കോയിൻ 2 ഹെഡ് വരുന്ന കോയിൻ ആണ്. അതിവിടെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഹാവിങ് ഹെഡ് ഓൺ ബോത്ത് ദ ഫേസസ്. ഒരു കോയിന് 2 വശങ്ങളാണുള്ളത് അല്ലെ, 2 സൈഡുകളാണുള്ളത്. ആ 2 സൈഡിലും ഹെഡ് വരുന്ന ഒരു കോയിൻ ഉണ്ട്. അതാണ് ആദ്യത്തെ കോയിൻ. രണ്ടാമത്തെ കോയിൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബയാസ്ഡ് കോയിൻ. അതൊരു ബയാസ്ഡ് കോയിൻ ആണ്. ബയാസ്ഡ് കോയിൻ എന്ന് വെച്ചാൽ എന്താണ്? അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഒരു ഫോഴ്സ് ഒക്കെ കൊടുക്കുന്ന കോയിൻ, അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഒരു കണ്ടീഷൻ കൊടുക്കുന്ന കോയിൻ. ഓക്കെ, അപ്പൊ അതില് ഇവിടെ കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ആ കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ 75% അതിൽ എന്താണ് വരിക? ഹെഡ് ആണ് വരിക. ഹെഡ് കംസ് അപ്പ് 75% ഓഫ് ദ ടൈം. 75% ഹെഡ് വരും, 25% മാത്രമാണ് ടെയിൽ വരാനുള്ള പോസിബിലിറ്റി ഉള്ളത്. അങ്ങനെയുള്ള ഒരു കോയിൻ ആണ് രണ്ടാമത്തത്. ബയാസ്ഡ് കോയിൻ ആണ്. ആൻഡ് the third one is an unbiased coin. പിന്നെ സാധാരണ നമ്മൾ യൂസ് ചെയ്യാറുള്ള കോയിൻ, എക്സ്റ്റേണൽ ഫോഴ്സസോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത, കണ്ടീഷൻസ് ഒന്നും ഇല്ലാത്ത സാധാരണ ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡ് അല്ലെങ്കിൽ ടെയിൽ കിട്ടുന്ന 50-50 ചാൻസ് വരുന്ന ഒരു കോയിൻ. അതാണ് മൂന്നാമത്തെ കോയിൻ. അങ്ങനെ 3 കോയിൻസ് ഉണ്ട്. വൺ ഓഫ് ദ 3 കോയിൻസ് ഈസ് ചോസൺ അറ്റ് റാൻഡം ആൻഡ് ഇസ് ടോസ്ഡ്. ഇതിൽ 3 കോയിനിൽ ഏതെങ്കിലും ഒരു കോയിൻ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യുക, അത് ടോസ് ചെയ്യുക. ആൻഡ് ഇറ്റ് ഷോസ് ഹെഡ്സ്. അങ്ങനെ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ ഹെഡ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് എങ്കിൽ വാട്ട് ഇസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഇറ്റ് വാസ് ദ 2-headed കോയിൻ? അത് ആ 2-headed കോയിൻ ആവാനുള്ള, അല്ലെങ്കിൽ നമുക്ക് ടോസ് ചെയ്തപ്പോൾ കിട്ടിയ ഹെഡ് 2-headed കോയിനിന്റെ മുകളിലെ ഹെഡ് ആവാനുള്ള പോസിബിലിറ്റി എന്താണ് എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. ഇതിപ്പോ ഞാൻ ഓൾറെഡി ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞപ്പോൾ ബേസ് തിയറം എന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഇത് ബേസ് തിയറം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായത് എന്ന് ഉണ്ടെങ്കിൽ നിങ്ങളിത് കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഒരു ക്വസ്റ്റ്യൻ ഇന്ന തിയറം അല്ലെങ്കിൽ ഇന്ന പ്രോബ്ലം അല്ലെങ്കിൽ ഇന്ന പ്രോപ്പർട്ടി വെച്ചിട്ട് ഇന്ന ഫോർമുല യൂസ് ചെയ്തിട്ടാണ് ചെയ്യാന്നുള്ളത് നമുക്ക് എക്സാം സമയത്ത് പറഞ്ഞുതരാൻ ആരും ഇല്ലല്ലോ. അപ്പൊ നമ്മൾ തന്നെ അത് മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ എങ്ങനെയാണ് ബേസ് തിയറത്തിൽ ഒരു പ്രോബ്ലം ആണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുക? ഒന്നാമത്തത് ഇവിടെ പാർട്ടീഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ബേസ് തിയറത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇവിടെ പറയുന്നുണ്ടോ എന്ന് നോക്കുക നിങ്ങൾ. ഇവിടെ 3 കോയിൻസിനെ പറ്റി പറയുന്നുണ്ട് അല്ലെ. ആൻഡ് ആ 3 കോയിൻസിൽ ഏതെങ്കിലും ഒരു കോയിൻ ആണ് നമ്മൾ റാൻഡം ആയിട്ട് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ 3 കോയിൻസ് ആണ് ഇവിടുത്തെ ഒരു പാർട്ടീഷൻസ് എന്ന് നമുക്ക് മനസ്സിലാവും. ദെൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? റാൻഡം ആയിട്ട് ആ കോയിൻ ടോസ് ചെയ്തിട്ട് ഹെഡ് നമുക്ക് കിട്ടി എന്ന് പറയുന്നുണ്ട്. ഓൾറെഡി ഇറ്റ് ഷോസ് ഹെഡ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ടോസ് ചെയ്തപ്പോൾ ഹെഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് 2-headed കോയിൻ ആവാനുള്ള പോസിബിലിറ്റി എന്താണ്? തിരിച്ചും നമ്മൾ എന്തിലേക്കാണ് പോകുന്നത്? ആദ്യം പറഞ്ഞ ഹെഡ് കോയിൻസിന്റെ കേസിലേക്കാണ് പോകുന്നത്. ഏത് കോയിൻ ആണ് അത് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ആ ഒരു ഓർഡർ ആണ് നിങ്ങൾക്ക് ഇവിടെ, ഇത് ബേസ് തിയറം ആണ് എന്ന് മനസ്സിലാക്കി തരിക. ബേസ് തിയറത്തിന്റെ ഓർഡർ നമ്മൾ ബേസ് തിയറം ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞതായിരുന്നു. ഒരു സാമ്പിൾ സ്പേസ് ഉണ്ടാവും, ആ സാമ്പിൾ സ്പേസിന്റെ കൂടെ പാർട്ടീഷൻസ് ഉണ്ടാവും, E1 E2 എക്സെട്ര En വരെയുള്ള പാർട്ടീഷൻസ് ഉണ്ടാവും. ആഫ്റ്റർ ദാറ്റ് പാർട്ടീഷൻസ് ഒരു ഇവന്റ് എ പറയും. ഇനി after the occurrence of the event A, what is the probability of any one of the partitions? അതാണ് നമ്മൾ ബേസ് തിയറത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എ എന്ന് പറഞ്ഞ ഇവന്റ് അവിടെ നടന്നു കഴിഞ്ഞു. ഇനി ആ എ എന്ന് പറഞ്ഞ ഇവന്റ് നടന്നതിന് ശേഷം ഏതെങ്കിലും ഒരു പാർട്ടീഷന്റെ പ്രോബിലിറ്റി, ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്മൾ എഴുതുമ്പോൾ എങ്ങനെയാണ് എഴുതാറുള്ളത്? P of EI, ഈ E1 E2 എക്സെട്ര EN ലെ ഏതെങ്കിലും ഒരു പാർട്ടീഷൻ EI, അതിന്റെ പ്രോബിലിറ്റി ആഫ്റ്റർ ദ ഒക്കറൻസ് ഓഫ്
എ. ഇത് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ബേസ് തിയറം യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾ ബേസ് തിയറത്തിന്റെ വീഡിയോ കണ്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് വീഡിയോ കാണാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടുത്തെ ബേസ് തിയറത്തിന്റെ മെയിൻ കൺസെപ്റ്റ്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഈ ഒരു തന്നിട്ടുള്ള കാര്യങ്ങളെ നമ്മുടെ ബേസ് തിയറുമായിട്ട് കണക്ട് ചെയ്തിട്ട് എഴുതാം. ലെറ്റ് us define the partitions. Let E1 be the two-headed coin. That is, E1 means the partition. E1 is the event of getting the two-headed coin. അങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. നമുക്ക് ജസ്റ്റ് ഇത്ര എഴുതിയാൽ മതി. And E2 be the biased coin. Okay, 75% head വരാൻ ചാൻസ് ഉള്ള coin. Then E3 be the event of getting the unbiased coin. Normal coin. Unbiased, biasing ഒന്നും ഇല്ലാത്ത normal coin ആണ് E3. അപ്പോൾ ഇവിടെ partitions ആണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത്. E1 is the event of getting the two-headed coin. E2 is the event of getting biased coin, and E3 is the event of getting biased coin. അങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടത്. Then അത് കഴിഞ്ഞിട്ട് ഒരു A എന്ന് പറഞ്ഞ event നമുക്ക് define ചെയ്യണം. The event of getting A be the event of getting a head on the coin. അല്ലെ, ആ കോയിനിന്റെ മുകളിൽ ഹെഡ് കിട്ടാനുള്ള ഇവന്റ് ആണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? എ എന്ന് പറഞ്ഞ ഇവന്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പാർട്ടീഷൻസ് E1, E2, E3 ഉണ്ട്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് പാർട്ടീഷൻ എ എന്ന് പറഞ്ഞൊരു ഇവന്റും ഇവിടെ ഒക്കെ ചെയ്യുന്നുണ്ട്. വാട്ട് ഇസ് എ സാമ്പിൾ സ്പേസ് ഹിയർ? സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് ആ 3 കോയിൻസ് വരുന്ന ആ ഒരു സെറ്റിനെയാണ് നമ്മൾ സാമ്പിൾ സ്പേസ് എന്ന് നമ്മളിവിടെ പറയേണ്ടത്. ഓക്കെ, എനിവേ, അപ്പോൾ നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് നോക്കി നോക്കൂ നിങ്ങൾ. ഏത് പാർട്ടീഷന്റെ പ്രോബബിലിറ്റി ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? After getting the head, you have to calculate the possibility of a two-headed coin. അല്ലെ, two-headed coin ആവാനുള്ള പോസിബിലിറ്റി ആണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ദാറ്റ് മീൻസ് യു ഹാവ് ടു കാൽക്കുലേറ്റ് ദ പോസിബിലിറ്റി ഓഫ് അല്ലെങ്കിൽ ദ പ്രോബിലിറ്റി ഓഫ് E1 ആഫ്റ്റർ ദ ഒക്കറൻസ് ഓഫ് എ. അല്ലെ, അപ്പൊ നമുക്ക് ഫോർമുല എഴുതാലോ. P of E1 given A. ബേസ് തിയറത്തിലാണ് നമ്മൾ ഇത് എഴുതേണ്ടത്. ആൻഡ് P of E1 given A യുടെ ഫോർമുല എന്താണ്? P of E1 into P of A given E1 divided by P of E1 into P of A given E1 plus P of E2 into P of A given E2 plus P of E3 into P of A given E3. ഇതാണ് ബേസ് തിയറത്തിന്റെ ഫോർമുല. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഓരോ പ്രോബബിലിറ്റീസ് ആണ് നമ്മൾ ഇതിന്റെ കൂടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് പാർട്ടീഷൻസിന്റെ പ്രോബബിലിറ്റി എഴുതാം. ഏതെങ്കിലും ഒരു കോയിൻ റാൻഡം ആയിട്ട് ചൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അല്ലെ, നമുക്ക് ടോട്ടൽ എത്ര കോയിൻ ഉണ്ട്? 3 കോയിൻസ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനുള്ള പോസിബിലിറ്റി എന്താണ്? 1/3 ആയിരിക്കും. അല്ലെ, P of E1, P of E2, P of E3യും എന്ത് തന്നെയാണ്? 1/3 തന്നെയാണ്. അല്ലെ, അപ്പൊ എല്ലാ 3 കോയിൻസിന്റെയും പ്രോബബിലിറ്റി 1/3 ആണ്. ഇനി നമുക്ക് P of A given E1 വേണം. A given E1 എന്താണ്? P of A given E1 എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കണ്ടീഷണൽ പ്രോബബിലിറ്റി ആണ്. യു ഹാവ് ടു ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് A ആഫ്റ്റർ E1 എന്ന് വെച്ചാൽ E1ൽ നിന്ന് എയുടെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുകയാണ് നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത്. E1 എന്ന് പറഞ്ഞാൽ എന്താണ്? എ ടു ഹെഡഡ് കോയിൻ. അല്ലെ, ആ 2 ഹെഡഡ് കോയിനിൽ നിന്ന് A എന്ന് പറഞ്ഞാൽ എന്താണ്? ഗെറ്റിംഗ് എ ഹെഡ്. ഒരു ഹെഡ് കിട്ടാനുള്ള പോസിബിലിറ്റി എന്താണ്? കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും ഹെഡ് ആയിട്ടാണ് വീഴുക. അപ്പൊ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് എന്താ കിട്ടുക? ഹെഡ് ആണ് കിട്ടുക. അപ്പൊ അതിന്റെ പോസിബിലിറ്റി എല്ലാ സമയത്തും എന്തായിരിക്കും? 1 ആയിരിക്കും. എന്തുകൊണ്ടാണ് 1 വരുന്നത്? ഇറ്റ്സ് എ ടു ഹെഡഡ് കോയിൻ. എപ്പോ ടോസ് ചെയ്താലും ഒരു ഔട്ട്കം കിട്ടും. ആ ഔട്ട്കം എപ്പോഴും എന്തായിരിക്കും? ഹെഡ് ആയിരിക്കും. ബിക്കോസ് അതിനകത്ത് ഹെഡ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ദെൻ P of A given E2. അടുത്തത് എന്താണ്? P of A given E2. E2ൽ നിന്ന് A കിട്ടാനുള്ള പോസിബിലിറ്റി. E2 എന്ന് പറഞ്ഞാൽ എന്താണ്? ബയാസ്ഡ് കോയിൻ ആണ്. അവിടെ 75%ഉം ഹെഡ് ആണ് നമുക്ക് കിട്ടുക. അല്ലെ, കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ 75%ഉം ഹെഡ് ആണ് നമുക്ക് കിട്ടുക. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് A given E2? A ഹെഡ് കിട്ടാനുള്ള പോസിബിലിറ്റി എന്താണ്? 75%. 75% നമുക്ക് പ്രോബബിലിറ്റി ആക്കുമ്പോൾ എന്ത് എഴുതണം? നമ്മൾ 75/100 എന്ന് എഴുതണം. We have to write it 3/4. Okay, then last one is P of A given E3 എന്ന് വെച്ചാൽ നോർമൽ കോയിൻ. അവിടെ കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡ് കിട്ടാനുള്ള പോസിബിലിറ്റി എന്തായിരിക്കും? 1/2 ആയിരിക്കും. കാരണം ഹെഡും ഉണ്ട് ടൈലും ഉണ്ട്. ഏതെങ്കിലും ഒന്നാണല്ലോ വരിക. 50-50 ചാൻസ് ആണ്. അല്ലെ, 50/100 1/2 ആണ് വരിക. ഓക്കെ, അപ്പോൾ എല്ലാത്തിന്റെയും
വാല്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ എല്ലാ വാല്യൂസും നമ്മൾ എന്ത് ചെയ്യണം, ഈ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇക്വേഷൻ ഞാൻ ഒന്നുകൂടെ എഴുതാണ്. പി ഓഫ് E1 given A which is equal to P of A given P of E1 into P of A given E1 എന്ന് വെച്ചാൽ P of E1 is 1/3 into P of A given E1 is 1 divided by 1/3 into 1 തന്നെയാണ് ഇവിടെ എഴുതേണ്ടത്. പ്ലസ് again P of E2 it is 1/3 into P of A given E2. A given E2 is 3/4 plus 1/3 probability of E3 ആണ്. ഈ 1/3 into P of A given E3 പറഞ്ഞാൽ 1/2 അല്ലേ. ഇനി നോക്കി നോക്കിയാൽ നിങ്ങൾ ഇവിടെ മുകളിലും താഴെയും എല്ലാ ടേമിലും എന്ത് കോമൺ ആണ്? 1/3 കോമൺ അല്ലേ. സിംപ്ലിഫൈ ചെയ്യാൻ കാൽക്കുലേറ്റർ ഉപയോഗിക്കാം കേട്ടോ. അതല്ലെങ്കിൽ 1/3 ഡിവൈഡഡ് ബൈ ഇത് 1/3 into 1 1/3 ആണ് വരിക. ഇവിടെ നിന്നുള്ള ഈ 1/3 ഒക്കെ ഔട്ട് സൈഡ് എടുത്ത് 1/3 into ബാലൻസ് ഇവിടെ എന്ത് വരും 1 പ്ലസ് ഇവിടെ എന്ത് വരും ബാലൻസ് 3/4 പ്ലസ് ഇവിടെ വരുന്ന ബാലൻസ് 1/2. ഈ 1/3 1/3 നമുക്ക് കട്ട് ചെയ്ത് കളയാലോ. ആൻസർ ഇസ് 1 ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാം. എന്ത് വരും? ഇറ്റ് ഇസ് 4/4 എന്ന് എഴുതാം 1നെ പ്ലസ് 3/4 എന്ന് എഴുതാം ഇവിടെ. ആൻഡ് 1/2നെ നമ്മൾ 2/4 എന്ന് എഴുതാം. അപ്പോൾ കോമൺ ഡിനോമിനേറ്റർ 4 ആയില്ലേ. 1 ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 9/4 മുകളിലേക്ക് പോകും 4/9 is the required probability of E1 given A. ബേസ് തിയറം ആണ് നമ്മളിപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത്. കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യുക ബേസ് തിയറം എന്താണ് എന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ബേസ് തിയറം. A card from a pack of 52 cards is lost. From the remaining cards of the pack, 2 cards are drawn and are found to be diamonds. Find the probability of the lost card as being a diamond. ഇതാണ് ക്വസ്റ്റ്യൻ. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പെട്ടെന്ന് കണ്ട മനസ്സിലാവാത്ത ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഒന്നുകൂടെ വായിച്ചു നോക്കുക. കാർഡ് ഫ്രം എ പാക്ക് ഓഫ് 52 cards is lost. 52 കാർഡ് വരുന്ന ഒരു പാക്ക് കാർഡിൽ നിന്ന് ഒരു കാർഡ് നഷ്ടപ്പെട്ടു, ലോസ്റ്റ്. ഫ്രം ദ റിമൈനിങ് കാർഡ്സ് ഓഫ് ദ പാക്ക്, അതായത് 51 കാർഡ്സിൽ നിന്ന് 2 cards are drawn, 2 കാർഡ്സ് നമ്മൾ സെലക്ട് ചെയ്തു. ആൻഡ് ആർ ഫൗണ്ട് ടു ബി ഡയമണ്ട്സ്, അത് ഡയമണ്ട്സ് ആണ് എന്ന് നമുക്ക് മനസ്സിലായി. എങ്കിൽ ആ നഷ്ടപ്പെട്ടു പോയ കാർഡും ഡയമണ്ട് ആവാനുള്ള പോസിബിലിറ്റി എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യമേ നമുക്കിവിടെ പാർട്ടീഷൻ എന്താണ്, അത് കഴിഞ്ഞിട്ട് നടക്കുന്ന ഇവന്റ് എന്താണെന്നുള്ളത് ഒന്ന് എഴുതി വെക്കാം. ലെറ്റ് E1 ബി ദ പാർട്ടീഷൻ. പാർട്ടീഷൻ ആയിട്ട് നമ്മളിവിടെ എഴുതേണ്ടത് ഇവിടെ 2 രീതിയിലാണ് നമുക്കിവിടെ ഇതിന്റെ പ്രോബബിലിറ്റി വരിക. ഡയമണ്ട് കാർഡുകളാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് 2 എണ്ണം. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന പ്രോബബിലിറ്റി എന്താണ്? ലോസ്റ്റ് കാർഡ് ഇസ് ബീങ് എ ഡയമണ്ട്. അപ്പോൾ ബേസ് തിയറത്തിന്റെ ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ നമ്മൾ ആക്ച്വലി കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ പാർട്ടീഷന്റെ പ്രോബബിലിറ്റി ആയിരിക്കും ആഫ്റ്റർ ദ ഒക്കറൻസ് ഓഫ് ദ ഇവന്റ് എ, അല്ലെ. അപ്പൊ ഇവിടെ ലോസ്റ്റ് കാർഡിന്റെ പ്രോബബിലിറ്റി ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് കൊണ്ട് നമ്മുടെ പാർട്ടീഷൻ ഇവിടെ എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവേണ്ടത്? ലോസ്റ്റ് കാർഡിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവേണ്ടത്. അപ്പൊ E1 എന്ന് പറയുന്നത് വിൽ സെലക്ട്, ലെറ്റ് E1 ബി the event, the lost card is a diamond. ലോസ്റ്റ് കാർഡ് ഡയമണ്ട് ആണ് എന്നുള്ളതാണ് ഫസ്റ്റ് പാർട്ടീഷൻ ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ പാർട്ടീഷൻ ആയിട്ട് എടുക്കുന്നത് ലോസ്റ്റ് കാർഡ് ഈസ് നോട്ട് എ ഡയമണ്ട്, ഡയമണ്ട് അല്ല എന്നുള്ളതാണ് രണ്ടാമത്തെ പാർട്ടീഷൻ ആയിട്ട് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. ദ ലോസ്റ്റ് കാർഡ് ഇസ് എ ഡയമണ്ട് എന്നുള്ളത് ഫസ്റ്റ് പാർട്ടീഷനും ലോസ്റ്റ് കാർഡ് ഇസ് നോട്ട് എ ഡയമണ്ട് എന്നുള്ളത് സെക്കൻഡ് പാർട്ടീഷനും ആയിട്ട് നമ്മൾ ഇവിടെ ചൂസ് ചെയ്യുന്നു. ദെൻ എ എന്ന് പറയുന്ന ഇവന്റ് event of selecting 2 diamond cards from the pack. അപ്പോൾ സെലക്ടിങ് 2 diamond cards from the pack ആണ് നമ്മുടെ പ്രോബബിലിറ്റി എ എന്ന് പറയുന്ന ഇവന്റ്, രണ്ടാമത് നടക്കുന്ന ഇവന്റ്. അപ്പോൾ ഒരു പാക്ക് സാമ്പിൾ സ്പേസ്, ആ പാക്കിലെ ഒരു കാർഡ് നഷ്ടപ്പെട്ടത് ഡയമണ്ട് ആവുന്നത് പാർട്ടീഷൻ E1, ഡയമണ്ട് അല്ലാത്തത് പാർട്ടീഷൻ E2. ദെൻ സെലക്ടിങ് 2 cards ഫ്രം എ പാക്ക് ഓഫ് 51 cards. ഇത് ശരിക്കും 51 കാർഡ്സിൽ നിന്നാണ് നമ്മളൊരു
പാക്ക് സെലക്ട് ചെയ്യുന്നത് കേട്ടോ. 51 കാർഡ്സ്. കാരണം ആഫ്റ്റർ ലോസിങ് ആണ് നമ്മൾ 2 കാർഡ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഇവന്റ്സ് എന്ന് പറയുന്നത്. നൗ we have to find the lost card is being a diamond എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ E1ന്റെ പ്രോബിലിറ്റി ആയിരിക്കും നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. പ്രോബിലിറ്റി ഓഫ് E1 given after the occurrence of 2 diamond cards. Probability of E1 given A ആണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, which is using Bayes theorem. P of E1 into P of A given E1 divided by P of E1 into P of A given E1 plus P of E2 into P of A given E2. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്ന് കണ്ടുപിടിക്കാം. P of E1 എന്താണ്, P of E2 എന്താണെന്നുള്ളത് ആദ്യം നമുക്ക് നോക്കാം. പാർട്ടീഷന്റെ പോസിബിലിറ്റി, അതായത് ഒരു കാർഡ് നഷ്ടപ്പെട്ടു പോകുന്നത് ഡയമണ്ട് ആവാനുള്ള പോസിബിലിറ്റി. അപ്പോ വാട്ട് ഇസ് ദാറ്റ്? ഒരു കാർഡ് നമ്മൾ ഇപ്പൊ എടുത്ത് മാറ്റുകയെന്ന് വിചാരിക്കും. 52 കാർഡുള്ള ഒരു പാക്കറ്റിൽ നിന്ന് നമ്മൾ ഒരു കാർഡ് മാറ്റുകയാണ്. ആ മാറ്റുന്ന കാർഡ് ഡയമണ്ട് ആവാനുള്ള പോസിബിലിറ്റി എന്താണ്? ഹൗ മെനി ഡയമണ്ട് കാർഡ്സ് ആർ ദർ ഇൻ ദ 52 കാർഡ്സ് പാക്കറ്റ്? 13 കാർഡ്സ് ഡയമണ്ട് ആണ് അല്ലെ? അപ്പൊ ഇതിന്റെ പോസിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? 13/52 ആണ് അല്ലെ? 13/52 is 1/4. ക്ലിയർ അല്ലേ? അതേപോലെ തന്നെ E2ന്റെ പോസിബിലിറ്റി എന്താണ്? E2 എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ദ ലോസ്റ്റ് കാർഡ് ഇസ് നോട്ട് എ ഡയമണ്ട്. ഡയമണ്ട് അല്ലാത്ത എത്ര കാർഡുകൾ ആ ഒരു പാക്കറ്റിനകത്തുണ്ട്? അത് ബൈ 52 ആണ് നമുക്ക് എന്ത് കിട്ടുക? പ്രോബിലിറ്റി ഓഫ് E2 കിട്ടുക. Now what is probability of E2? Which is 39/52 അല്ലെ? 39/52 which is equal to 3/4. ഓക്കെ, അപ്പോ ഇതാണ് E1ന്റെയും E2ന്റെയും പ്രോബിലിറ്റീസ്. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് A given E1ഉം A given E2 ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. വാട്ട് ഇസ് പ്രോബിലിറ്റി ഓഫ് A? A എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് സെലക്ടിങ് 2 cards from a pack of 52 cards അല്ലെ? സോറി, ഫ്രം എ പാക്ക് ഓഫ് 51 കാർഡ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇനി ബാലൻസ് അവൈലബിൾ ആയിട്ടുള്ള 2 ഡയമണ്ട് കാർഡ് സെലക്ഷൻസ് എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ ചൂസ് ചെയ്യുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. 2 കാർഡ് സെലക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി എന്താണ്? ഒരു പാക്കറ്റിൽ നിന്ന് 2 കാർഡ് സെലക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി എന്താണ്? 51 കാർഡ്സ് ഉള്ള ഒരു പാക്കറ്റിൽ നിന്ന് 2 കാർഡ് സെലക്ട് ചെയ്യാനുള്ള സെലക്ഷൻ ആയതുകൊണ്ട് we need to use combinations. 51C2 ആണ് കോമ്പിനേഷൻ ആണ് വരിക. ദാറ്റ് ഈസ് ദ സെലക്ഷൻ ഓഫ് 2 കാർഡ്സ് ഫ്രം എ പാക്ക് ഓഫ് 52 കാർഡ്സ്. ബട്ട് വി നീഡ് ടു ചൂസ് ഡയമണ്ട് കാർഡ്സ് അല്ലെ? അതിന്റെ പ്രോബിലിറ്റി ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇത് ടോട്ടൽ സെലക്ഷൻ ആണ്. ഇപ്പൊ നമ്മൾ നടത്താൻ പോകുന്ന സെലക്ഷനിൽ വരുന്ന ടോട്ടൽ നമ്പർ ഓഫ് സെലക്ഷൻസ് ആണ്. അതായത് സാമ്പിൾ സ്പേസിലെ എലമെന്റ്സിന്റെ എണ്ണം പോലെ ഇരിക്കും. ഇനി ഔട്ട് ഓഫ് ദിസ് വി നീഡ് ടു ഫൈൻഡ് ദ പ്രോബിലിറ്റി ഓഫ് 2 ഡയമണ്ട് കാർഡ്സ്. അപ്പൊ അത് ഡയമണ്ട് കാർഡ്സിന്റെ പോസിബിലിറ്റി എന്ന് പറയുമ്പോൾ നോർമലി ഇറ്റ് ഇസ് 13 ഡയമണ്ട് കാർഡ്സ് ആണുള്ളത്. അതിനകത്ത് 2 സെലക്ട് ചെയ്യാന്ന് പറയുമ്പോൾ 13C2 ആണ്. ബട്ട് E1ൽ നിന്നാണ് നിങ്ങൾ എയുടെ പ്രോബിലിറ്റി കണ്ടുപിടിക്കുന്നെങ്കിൽ ആഫ്റ്റർ ദ ഒക്കറൻസ് ഓഫ് E1 വി ഹാവ് ടു ഫൈൻഡ് ദ പ്രോബിലിറ്റി ഓഫ് എ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നെങ്കിൽ. ഇഫ് യു ആർ ഫൈൻഡിങ് ദ പ്രോബിലിറ്റി ഓഫ് എ ആഫ്റ്റർ ദ ഒക്കറൻസ് ഓഫ് E1 ആണെങ്കിൽ ഇറ്റ് ഇസ് E1 എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ലോസ്റ്റ് കാർഡ് ഇസ് എ ഡയമണ്ട്. അപ്പോൾ നഷ്ടപ്പെട്ടു പോയ കാർഡ് എന്താണ്? ഡയമണ്ട് ആണ്. അപ്പൊ ഇവിടെ എത്ര കാർഡ് ഇല്ല? ഇനി 13 കാർഡ്സ് ഇല്ല. എത്ര ഡയമണ്ട് കാർഡ്സേ ഉള്ളൂ? 12 ഡയമണ്ട് കാർഡ്സേ ഉള്ളൂ. ദാറ്റ് ഇസ് 12C2 ആണ് അതിന്റെ പോസിബിലിറ്റി. ഇറ്റ് ഇസ് എ സെലക്ഷൻ ഓഫ് 2 diamond cards from 12 cards, okay, divided by the total number of selection of 2 cards from 51 cards, which is the probability of A given E1. A എന്ന് പറയുന്ന ഇവന്റിന്റെ പ്രോബിലിറ്റി ഇൻ E1 എന്ന് പറയുന്ന പാർട്ടീഷൻ. E1 എന്ന് പറഞ്ഞ പാർട്ടീഷൻ ആഫ്റ്റർ ലോസിങ് എ ഡയമണ്ട് കാർഡ്. ഓക്കെ, ദിസ് ഇസ് ദ പോസിബിലിറ്റി ഓഫ് A given E1. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക സിംപ്ലിഫൈ ചെയ്തിട്ട് 12 into 11 divided by 2 ആയതുകൊണ്ട് ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് കളയാം നമുക്ക്. 51 into 50. ഓക്കെ, ഇങ്ങനെയാണ് അതിന്റെ പോസിബിലിറ്റി വരിക. ഇനി അത് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ കാൽക്കുലേറ്ററിലോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാനോ ഒക്കെ നിങ്ങൾ നോക്കുക. ആൻസർ വരുന്നത് 22/425 എന്നാണ് ഇതിന്റെ ആൻസർ വരിക. 22/425. ഓക്കെ, ഇതെങ്ങനെ കിട്ടിയെന്നുള്ളത് 12C2 പറഞ്ഞാൽ എന്താ? 12 into 11 by 1 into 2 അല്ലെ? Then 51C2 പറഞ്ഞാൽ 51 into 50 by 1 into 2. ഈ 1 into 2 ആണ് നമ്മളിവിടെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞത്. That is how we will get 12 into 11 by 51 into
50. Okay, this is 22 by 425 ആണ് probability of A given E1. Similarly, probability of A given E2 എന്തായിരിക്കും? അത് നോക്കി നോക്കിയേ നിങ്ങൾ. ടോട്ടൽ നമ്പർ ഓഫ് സെലക്ഷൻസ് എന്ന് പറഞ്ഞാൽ 51C2 ആണ്, ബിക്കോസ് ലോസ്റ്റ് കാർഡിൽ നിന്ന് തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. 13C2 ആയിരിക്കും, ബിക്കോസ് E2 എന്ന് പറഞ്ഞാൽ എന്താണ്? ലോസ്റ്റ് കാർഡ് ഇസ് നോട്ട് എ ഡയമണ്ട് ആണ്. ഡയമണ്ട് കാർഡ് അവിടെ നഷ്ടപ്പെട്ടു പോയിട്ടില്ല. അപ്പൊ 13 കാർഡ് അവിടെ ബാലൻസ് ഡയമണ്ട് ആയിട്ട് തന്നെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഇതാണ് ഇതിന്റെ പ്രോബബിലിറ്റി വരിക. ദാറ്റ് ഈസ് 13 into 12 divided by 51 into 50, which is equal to നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ഇതും ചെയ്യേണ്ടത്. ഇതിന് ആൻസർ വരുന്നത് 26 by 425 എന്നാണ്. 26 by 425. അപ്പോൾ എല്ലാ വാല്യൂസും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ ഇനി ഫോർമുലയ്ക്കകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പ്രോബബിലിറ്റി ഓഫ് E1 given A which is equal to probability of E1 എന്ന് പറയുമ്പോൾ 1/4 into probability of A given E1 is 22 by 425 divided by 1/4 into 22 by 425 plus probability of E2 എന്ന് പറയുന്നത് 3/4 into 26 by 425 ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത്. ഇതിനകത്ത് കോമൺ ഫാക്ടേഴ്സ് ഔട്ട്സൈഡ് എടുത്ത് കട്ട് ചെയ്ത് കളയാൻ നമുക്ക് ഇവിടെ 4 into 425 രണ്ടിനും എല്ലാത്തിനും കോമൺ ആണ് അല്ലെ. അപ്പൊ അത് ഔട്ട്സൈഡ് എടുത്ത് കട്ട് ചെയ്ത് കളയുമ്പോൾ 1 into 22 by 4 into 425 divided by 1 into 22 plus 3 into 26 divided by 4 into 425. ഈ 4 into 425 നമുക്ക് കണ്ട് കട്ട് ചെയ്ത് കളയാം. ബാലൻസ് വരിക 22 by 22 plus 3 into 26. എത്ര വരും? 3 6 are 18, 2 6 7 78 എന്ന് വരും അല്ലെ. Now it is equal to 22 by 100 you will get അല്ലെ. This is 11 by 50. അപ്പോൾ 11 by 50 ആണ് ഈ ക്വസ്റ്റിന്റെ ആൻസർ ആയിട്ട് നമുക്ക് കിട്ടാം. ഓക്കെ, അപ്പോൾ ബേസ് തിയറത്തിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ നമ്മൾ ചെയ്തത്. കുറച്ചൊരു ഡിഫറൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ കോമ്പിനേഷൻ ഒക്കെ വരുന്നതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാണ് കോമ്പിനേഷൻ എടുത്തതെന്നുള്ള കൃത്യമായിട്ട് മനസ്സിലാക്കുക. ബിക്കോസ് ഒരു കോയിന്റെ സെലക്ഷൻ ആണെങ്കിൽ, ഒരു കാർഡിന്റെ സെലക്ഷൻ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കാർഡ് ചൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളില്ല. അവിടെ രണ്ട് കാർഡ് സെലക്ഷൻ ഒക്കെ ആകുമ്പോഴാണ് ഈ ഒരു കൺഫ്യൂഷൻസ് വരിക. അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. സെലക്ഷൻ ഓഫ് 2 cards ഫ്രം 51 cards എന്ന് പറയുന്നതാണ് 51C2. അതുപോലെ തന്നെ സെലക്ഷൻ ഓഫ് 2 diamond cards ഫ്രം 12 diamond cards ആണ് 12C2. സെലക്ഷൻ ഓഫ് 2 diamond cards ഫ്രം 13 diamond cards ആണ് 13C2 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതിയിട്ടുള്ളത്. കോമ്പിനേഷന്റെ ക്വസ്റ്റ്യൻ ആണ്. വളരെ അധികം ശ്രദ്ധിച്ചു വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. സപ്പോസ് a girl throws a die. If she gets 5 or 6, she tosses a coin 3 times and notes the number of heads. If she gets 1, 2, 3 or 4, she tosses a coin once and notes whether a head or tail is obtained. If she obtained exactly 1 head, what is the probability that she threw 1, 2, 3 or 4 with the die? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്തിന്റെ പ്രോബബിലിറ്റി ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് നോക്കി നോക്കൂ നിങ്ങൾ. ഇഫ് ഷീ എക്സാക്ട്ലി ഒബ്റ്റെയിൻഡ് 1 head, ഒരു ഹെഡ് മാത്രം എക്സാക്ട് ആയിട്ട് കിട്ടുവാണെങ്കിൽ വാട്ട് ഇസ് എ പ്രോബബിലിറ്റി ദാറ്റ് ഷീ ത്രോ എ 1, 2, 3, 4 വിത്ത് ദ ഡൈ എന്നുള്ളതാണ് നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മൾ പാർട്ടീഷൻ ആയിട്ട് നമ്മളിവിടെ സെലക്ട് ചെയ്യേണ്ടത്. ദാറ്റ് ഇസ് വി ക്യാൻ റൈറ്റ് E1 is getting 5 or 6 on the die, and E2 is the event of getting 1, 2, 3, 4 on the die. ഇതാണ് നമ്മൾ ഇവിടെ രണ്ട് പാർട്ടീഷൻ ആയിട്ട് എഴുതുന്നത്, E1 and E2. ദെൻ അത് കഴിഞ്ഞിട്ട് A എന്ന് പറഞ്ഞൊരു ഇവന്റ് എഴുതണം. ആ ഇവന്റ് നിങ്ങൾ നോക്കൂ. once whether head or tail, if she obtained exactly 1 head, അപ്പൊ അതാണ് നമ്മുടെ അടുത്ത ഇവന്റ് ആയിട്ട് എഴുതേണ്ടത്.
getting exactly one head. ഓക്കെ, അപ്പോൾ എല്ലാം ആയിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട പ്രോബബിലിറ്റി നിങ്ങൾ ഓരോന്നായിട്ട് നോക്കാം. You have to find the probability of E2, P of E2 given A, which is equal to P of E2 into P of A given E2 divided by P of E1 into P of A given E1 plus P of E2 into P of A given E2. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഈ ഓരോ പ്രോബബിലിറ്റീസ് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. നോക്കിക്കോളൂ, P of E1 എന്ന് പറഞ്ഞാൽ എന്താണ്? Getting 5 or 6 on the die. അവിടെ എത്ര ഔട്ട്കംസ് ആണ്? 5 and 6 എന്ന് പറയുമ്പോൾ 2 out of 6, that is 1/3 വരും. അതുപോലെ തന്നെ P of E2 is 4/6, that is 2/3 എന്ന് കിട്ടും അല്ലെ. P of E1 ഉം P of E2 ആയിട്ടുണ്ട്. ഇനി P of A given E1 വേണം. A എന്ന് പറഞ്ഞാൽ getting exactly one head if E1 occurs. E1 എന്ന് പറയുമ്പോൾ 5 and 6 ആണ്. 5, 6 വരുമ്പോൾ കോയിൻ എത്ര പ്രാവശ്യമാണ് ടോസ് ചെയ്യുന്നത്? 3 times ആണ് ടോസ് ചെയ്യുന്നത് അല്ലെ. അപ്പോൾ എത്ര ഹെഡ്സ് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട് അവിടെ? എക്സാക്ട്ലി 1 ഹെഡ് കിട്ടാൻ 3 times ടോസ് ചെയ്യുന്നുണ്ട്. എക്സാക്ട്ലി 1 ഹെഡ് കിട്ടാനുള്ള പോസിബിലിറ്റി ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇറ്റ്സ് എ പ്രോബബിലിറ്റി ഓഫ് exactly one head in 3 tosses of a coin. എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ഉണ്ട്, അത് നിങ്ങളൊന്ന് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നന്നാവും. H എന്ന് പറയുമ്പോൾ നമ്മൾ H മുതൽ T വരെയുള്ള ആ ഒരു 8 ഔട്ട്കംസ് എഴുതിയിട്ടുള്ള ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു സാമ്പിൾ സ്പേസിൽ. കോയിൻ 3 times ടോസ് ചെയ്യുന്ന ഒരു എക്സ്പെരിമെന്റ് വെച്ചിട്ടുള്ള. ഇതിനകത്ത് എക്സാക്ട്ലി 1 വരുന്ന എത്ര ഔട്ട്കംസ് ഉണ്ട് എന്നുള്ളതാണ് നിങ്ങളോട് ഇതിനകത്ത് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ എക്സാക്ട്ലി 1 ഹെഡ് വരുന്ന 3 എണ്ണം ഉണ്ടാവും. 3 എക്സാക്ട്ലി 1 ഹെഡ് വരുന്ന എന്ന് പറയുമ്പോൾ HT അങ്ങനത്തെ ഔട്ട്കംസ് ഇല്ലേ. അതുപോലെ THT then TTH എന്ന് പറയുന്ന ഇങ്ങനത്തെ 3 എലമെന്റ്സ് ആണ് ഉണ്ടാവുക ഔട്ട് ഓഫ് 8. അപ്പോൾ P of A given E1 എന്ന് പറയുമ്പോൾ 3/8 ആണ്. അഗെയിൻ P of A given E2 എന്ന് പറയുന്നത് സിമ്പിൾ, കാരണം E2 1, 2, 3 or 4 വരുന്ന സമയത്ത് ഒരു കോയിൻ ആണ് ടോസ് ചെയ്യുന്നത്. അപ്പൊ ഒരു കോയിനിൽ 1 ഹെഡ് എക്സാക്ട്ലി 1 ഹെഡ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക? അതിന്റെ ഹാഫ് പ്രോബബിലിറ്റി എടുക്കുക. 1/2 ആണ് അതിന്റെ പ്രോബബിലിറ്റി വരിക. അപ്പൊ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. P of E1 is 1/3, P of E2 is 2/3, P of A given E1 is 3/8, P of A given E2 is 1/2. ഇനി ഇതൊക്കെ നമ്മൾ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ we'll get P of E2 given A is equal to P of E2 is 2/3 into P of A given E2 is 1/2 divided by P of E1 is 1/3 into P of A given E1 is 3/8 plus 2/3 into 1/2. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യണം. ഇതിലൊക്കെ ഡിനോമിനേറ്ററിൽ 1/3 ഉണ്ട് അല്ലെ. 1/3 നമുക്ക് ഔട്ട് സൈഡ് എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഓർ അതർവൈസ് ഇവിടെ തന്നെ സിംപ്ലിഫൈ ചെയ്താലും മതി. 2 കട്ട് ചെയ്ത് കളഞ്ഞോളൂ. ഇവിടെ 2 കട്ട് ചെയ്ത് കളയാം. ഇവിടെ 3 കട്ട് ചെയ്ത് കളയാം. യു ഹാവ് 1/3 by 1/8 plus 1/3. ഓക്കെ, ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 8/11. അപ്പൊ ഇതാണ് ഇതിന്റെ പ്രോബബിലിറ്റി വരുന്നത്. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ബേസ് തിയറം യൂസ് ചെയ്തിട്ട് ചെയ്യേണ്ടത്. നന്നായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ഈ ചാനൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ കൂടെ കാണുന്ന ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും.